ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രകൃതി നിയമങ്ങളിൽ ഒന്നായ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം ഉപയോഗപ്പെടുത്തി മാനിഫെസ്റ്റേഷൻസ് സാധ്യമാക്കിയെടുക്കുന്നതിന് നാം പലവിധ ടൂൾസും ഉപയോഗപ്പെടുത്താറുണ്ട്. അവയിൽ വളരെ ഫലപ്രാപ്തിയുള്ള ഒന്നായ ടെസ്ല കോഡിനെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിക്കോള ടെസ്ല എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഇൻവെന്ററും ഒക്കെ ആയിരുന്ന അദ്ദേഹം കണക്കിലും ഫിസിക്സിലും ഒരു ജീനിയസ് ആയിരുന്നു. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറന്റ്, ഇൻഡക്ഷൻ മോട്ടോർ, വയർലെസ് ട്രാൻസ്മിഷൻ, ടെസ്ല കോയിൽ, TV റിമോട്ട് അടക്കം നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അദ്ദേഹത്തിന് 200-ലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. അപാരമായ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ടെക്നോളജിക്കൽ നോളജും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം നിഗൂഢത നിറഞ്ഞ അനേകം നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട അക്കങ്ങളായിരുന്നു 3, 6, 9 എന്നിവ. ഇവ ടെസ്ല കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ അക്കങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഈ അക്കങ്ങൾ ഉപയോഗിച്ച് തുറക്കുവാൻ സാധിക്കും എന്നും അദ്ദേഹം പറയുന്നു. ഇവ മാജിക്കൽ നമ്പേഴ്സ് ആണെന്നും പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യവും ഈ സംഖ്യാക്രമത്തെ പാലിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. അവയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ അക്കങ്ങൾക്ക് ധാരാളം പ്രത്യേകതകൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ജനനം, ജീവിതം, മരണം എന്നീ സത്യങ്ങൾ 3 എണ്ണമാണുള്ളത്. പ്രകൃതി, പ്രപഞ്ചം, ജനനം, ജീവിതം, മരണം തുടങ്ങിയവയ്ക്കെല്ലാം 3 അക്ഷരങ്ങൾ വീതമാണുള്ളത്. എല്ലാ മതങ്ങളിലും 3, 6, 9 തവണകൾ വീതമുള്ള പ്രാർത്ഥനകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഉള്ളതായി കാണുവാൻ സാധിക്കും. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ട്രിനിറ്റി തുടങ്ങിയവയൊക്കെ 3ന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ഒരു ദിവസം 24 മണിക്കൂർ ആണുള്ളത്. ആ 24ന്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 6 ലഭിക്കും. പകൽ 12 മണിക്കൂർ, രാത്രിയും അതുപോലെ തന്നെ അവയുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 3 ലഭിക്കുന്നത്. ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ആണുള്ളത്. അവയുടെ അക്കങ്ങളുടെ തുക 6. ഒരു ദിവസം 1440 മിനിറ്റുകളാണുള്ളത്. അവയുടെ അക്കങ്ങളുടെ തുക 9. ഒരു ദിവസം 86,400 സെക്കൻഡുകളാണുള്ളത്. അവയുടെ അക്കങ്ങളുടെ തുക 9. ഒരാഴ്ചയിൽ 10,800 മിനിറ്റുകളുണ്ട്. അവയുടെ അക്കങ്ങളുടെ തുക 9. ഒരു വർഷം ആകെയുള്ള സെക്കൻഡുകളുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാലും നമുക്ക് 9 തന്നെ ലഭിക്കും. ഇപ്രകാരം പലവിധ സവിശേഷതകൾ നിറഞ്ഞവയാണ് 3, 6, 9 തുടങ്ങിയ അക്കങ്ങൾ. ഇപ്രകാരം തന്നെ ഫിബൊനാച്ചി സീരീസ് എന്നൊരു സംഖ്യാശ്രേണിയുമുണ്ട്. അവയിൽ ഓരോ അക്കവും അവയ്ക്ക് മുമ്പിലുള്ള 2 അക്കങ്ങളുടെ തുക ആയിരിക്കും. 0, 1, 1, 2, 3, 5, 8, 13, 21, 34, 55 എന്നിങ്ങനെ ആ ശ്രേണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ സീക്വൻസിൽ പ്രകൃതിയിലെ പല കാര്യങ്ങളും കാണുവാൻ സാധിക്കും. സസ്യങ്ങളുടെ ശിഖരങ്ങൾ, ഇലകൾ തുടങ്ങിയവയുടെ പാറ്റേൺസ്, പൂക്കളിലെ ഇതളുകളുടെ എണ്ണം, വിതരണ രീതികൾ തുടങ്ങിയവ കൂടാതെ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളുടെയും പ്രൊപ്പോർഷൻസ്, ബോൺ ഡിസ്ട്രിബ്യൂഷൻസ് തുടങ്ങിയവയിലൊക്കെ ഫിബൊനാച്ചി അനുക്രമം നമുക്ക് കാണുവാൻ സാധിക്കും. അവയെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ ഞാൻ പറയുന്നത് മാത്തമാറ്റിക്സ് എന്നുള്ളത് വെറും അക്കങ്ങളുടെ കളിയല്ല, അവ നമ്മുടെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുവാനാണ്. സ്ഫടിക സിനിമയിൽ ചാക്കോമാഷ് പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് എന്നത്. അതിൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ടെസ്ല കോഡിലേക്ക് വരാം. ടെസ്ല കോഡിൽ 3 എന്ന അക്കം ഡിവൈൻ ക്രിയേഷനെ സൂചിപ്പിക്കുന്നു. 6 ഇന്നർ സ്ട്രെങ്ത്, ഹാർമണി, ബാലൻസ് തുടങ്ങിയവയൊക്കെ സൂചിപ്പിക്കുന്നു. 9 ഹയർ ഡയമെൻഷൻ അൺലോക്ക് ചെയ്യുന്നതിനെയും ഫുൾഫിൽമെന്റിനെയും യൂണിവേഴ്സൽ ട്രൂത്ത്സിനെയും കംപ്ലീഷനെയും ഒക്കെ സൂചിപ്പിക്കുന്നു. നാം ഒക്കെ പ്രപഞ്ചശക്തിയുമായി ചേർന്നുള്ള കോ ക്രിയേറ്റേഴ്സ് ആയതിനാൽ നമുക്കെല്ലാവർക്കും ഈ ടെസ്ല കോഡ് ഉപയോഗിച്ചുകൊണ്ട് മാനിഫെസ്റ്റേഷൻസ് യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കേണ്ട ഒരു വലിയ സ്വപ്നം, ഒരു ഡ്രീം എന്താണെന്ന് നിശ്ചയിക്കുക. ഒരേ സമയം പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുവാൻ പാടില്ല. യാഥാർത്ഥ്യ ബോധമുള്ള ഒരു വലിയ ഡ്രീം നമ്മുടെ ഗോളായി സെറ്റ് ചെയ്യുക. ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതായി ഒരു ബുക്കിൽ ഒരു ദിവസം 3 തവണ, 6 തവണ, 9 തവണ എന്നിങ്ങനെ 3 പ്രാവശ്യം നാം എഴുതണം. അതിനായി നമുക്ക് ഒരു ബുക്ക് വാങ്ങിക്കാം.
രാവിലെ ഉറക്കമുണർന്ന് പ്രാർത്ഥനകൾക്ക് ശേഷം ആ ബുക്ക് എടുത്ത് നമ്മുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതായി 3 തവണ എഴുതുക. എഴുതുമ്പോൾ പോസിറ്റീവ് വാക്കുകൾ മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. അതുകൂടാതെ സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേണം അവ എഴുതി ചേർക്കേണ്ടത്. അവ വേഗ് ആയി എഴുതാതെ നല്ല സ്പെസിഫിക് ആയി എഴുതണം. ഉച്ചയ്ക്ക് ശേഷം ആ ബുക്കിൽ തന്നെ ഈ കാര്യങ്ങൾ 6 തവണ ആവർത്തിച്ചെഴുതുക. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ ബുക്കിൽ ഈ കാര്യങ്ങൾ തന്നെ 9 തവണ ആവർത്തിച്ചെഴുതുക. ഓരോ തവണ എഴുതുമ്പോഴും അവ നമുക്ക് ലഭിക്കുന്നു എന്ന് മുൻകൂട്ടി മനസ്സിൽ ചിന്തിച്ച് അത് ലഭിക്കുമ്പോൾ നമുക്ക് എന്ത് ഹാപ്പി ഫീലിങ്സ് ഉണ്ടാകുന്നോ ആ ഹാപ്പി ഫീലിങ്സ് മുൻകൂട്ടി അനുഭവിക്കുവാൻ നാം ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ തവണ എഴുതുമ്പോഴും താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ് ബ്ലെസ്സിങ് എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുവാനും നമുക്ക് ശ്രദ്ധിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് മുൻകൂട്ടി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ കാണിക്കുന്നു. അതുകൂടാതെ അത് മാനിഫെസ്റ്റേഷന് വളരെയേറെ സഹായകരവുമാണ്. നാം ദിവസേന മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നത് മുൻകൂട്ടി വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നടക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. വിശ്വാസമില്ലാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഫലം തരില്ല. പ്രപഞ്ച ശക്തി നമുക്ക് അനുകൂലമായി പ്രവർത്തിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ പ്രവർത്തന മേഖല, തൊഴിൽ, സമ്പത്ത്, ആരോഗ്യം, പഠനം തുടങ്ങി വിവിധ മേഖലകളിലെ യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങളാണ് നാം എഴുതി വെക്കേണ്ടത്. ഇപ്രകാരം തുടർച്ചയായി എഴുതി പോകുന്നത് 90 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അതിനു മുമ്പ് മാനിഫെസ്റ്റേഷൻ നടക്കുകയാണെങ്കിൽ അവ നമുക്ക് അവസാനിപ്പിക്കാം. നാം ഒരു കാര്യം തന്നെ പലതവണ ആവർത്തിച്ച് എഴുതുമ്പോഴും ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴുമെല്ലാം നമ്മുടെ RAS റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തരുന്നതിനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചു തരികയും ചെയ്യും. പൂർണ്ണ വിശ്വാസത്തോടെ ടെസ്ല കോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അവയൊക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും സന്തോഷവും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും കമന്റ് ചെയ്യണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യണമെന്നും ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല നല്ല അറിവുകൾ തരുന്ന മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.